ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മലബാർ ഏരിയയിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ 6 ലെയേർഡ് ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം ചിക്കൻ വേവിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലൊരു 4 വിസിലോളം കൂക്കിച്ചെടുക്കാം. ഇനി നമുക്ക് പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ചട്ടിപ്പത്തിരിയിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് 2-2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം 2 വലിയ സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ കഷ്ണം മാഗി ക്യൂബും ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബ് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. സവാളയുടെ ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വാടി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വേവിച്ച ചിക്കൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിച്ചെടുക്കാം. മിക്സിയിൽ കറക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി, നന്നായിട്ട് അരിഞ്ഞു പോകരുത്. നമ്മൾ കുഴച്ച് വെച്ച മാവ് 6 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 6 ലെയറായിട്ടാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 6 ഉരുളകളാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ പത്തിരിയും ഉണ്ടാക്കിയെടുക്കാം. പത്തിരിയെല്ലാം അത്യാവശ്യം റൗണ്ടായതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് എണ്ണ തടവി കൊടുക്കാം. എണ്ണ നന്നായിട്ട് തടവി കൊടുക്കുക. എന്നിട്ട് അടുത്ത പത്തിരി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ 6 പത്തിരി നമുക്ക് ചെയ്തെടുക്കാം. ഇനി എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് പരത്തിയെടുക്കാം. വളരെ നൈസായിട്ടുള്ള പത്തിരി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൻ്റെ അതേ അളവിന് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിന് ടൈറ്റായിരിക്കണം ഈ ഒരു പത്തിരി ഉണ്ടാവേണ്ടത്. ഇനി മുറിച്ചെടുത്ത പത്തിരി എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ചുട്ടെടുക്കാം. നന്നായിട്ട് വേഗരുത്, ഒന്ന് ചൂടായി വന്നാൽ മതി. നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് ചൂടായി വരണം. അതിനുശേഷം ഇത് പതുക്കെ വേർതിരിച്ചെടുക്കാം. ഇങ്ങനെ നമുക്ക് നൈസായിട്ടുള്ള 6 പത്തിരികൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പത്തിരിയെല്ലാം മുക്കിയെടുക്കാനുള്ള മുട്ട നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 4 വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മുട്ടയാണെങ്കിൽ 5 എണ്ണം എടുക്കാം. അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ചട്ടിപ്പത്തിരി തയ്യാറാക്കാനുള്ള പാത്രം എടുക്കാം. അതിൽ എല്ലാ സൈഡിലും, താഴെ മാത്രമല്ല എല്ലാ സൈഡിലും നന്നായിട്ട് നെയ്യ് പുരട്ടി കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പത്തിരി 2 സൈഡും മുട്ടയിൽ മുക്കിയെടുത്തതിന് ശേഷം പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 6 ലെയറും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ സൈഡിൽ നിന്ന് നന്നായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതുപോലെ നമുക്ക് 6 ലെയറും ചെയ്ത് കൊടുക്കാം. നമ്മുടെ 6 ലെയറും ഫില്ലായതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന മുട്ടയുടെ മിക്സ് ഇതിന് മുകളിലും സൈഡിലും നന്നായിട്ട് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ സൈഡെല്ലാം നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഡയറക്റ്റ് അടുപ്പിൽ ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെള്ള എള്ള് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചേർത്തതേ ഉള്ളൂ. 5 മിനിറ്റിന് ശേഷം ഒരു ചൂടുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ഇനി നമ്മുടെ പോട്ട് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ഞാൻ മറ്റൊരു പാത്രത്തിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്.
ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റോളം വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.